ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള പ്ലം കേക്കാണ് തയ്യാറാക്കുന്നത്. ക്രിസ്മസ് ഒക്കെയല്ലേ വരുന്നത്, അതുകൊണ്ട് കടയിൽ നിന്നൊന്നും വാങ്ങി പൈസ കളയണ്ട, എല്ലാവരുടെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഓവനും മീറ്ററും മിക്സിയും ഒന്നുമില്ലാതെ ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 100 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയും ബട്ടറും ഒക്കെ നന്നായിട്ട് മെൽട്ടായി വരണം. പഞ്ചസാര നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ല കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മുന്തിരി ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുന്തിരി ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ മുന്തിരി ജ്യൂസും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മിക്സായി വരണം. ഇതിപ്പോൾ മുന്തിരി ജ്യൂസും കാരമലായിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടൈപ്പുള്ള മുന്തിരി, ഈത്തപ്പഴം, ട്യൂട്ടി ഫ്രൂട്ടി, ബദാം ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്നവരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു മുന്തിരി ജ്യൂസ് ഒരു നല്ല രീതിയിൽ ഒന്ന് വറ്റി വരണം, കുറുകി വരണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നാരങ്ങയുടെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ ആ ഒരു വെള്ള കളറിൽ ആ ഒരു പോർഷന് ഇതിലേക്ക് പെടാതെ നോക്കണം. അത് പെട്ട് കഴിഞ്ഞാൽ കയ്പ്പ് രസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി കൂടുതലാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതിലൊരു 3 പട്ട, ഒരു 3 ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയത് കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇത്രയും മതി. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇത്രയും മതി. ഇനി ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് അതൊന്ന് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടും ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളെ കേക്കിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 50 മിനിറ്റാണ് ഇത് കുക്കായി കിട്ടാൻ വേണ്ട സമയം. ഇതിപ്പോൾ 50 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇത് കുത്തി നോക്കുന്നത്. ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലം കേക്കാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ട് വെറുതെ പൈസ കളയേണ്ട, വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി അടുത്തതായി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.